എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡിലെ 10th ചാപ്റ്ററായ റെക്റ്റാങ്കിൾ മാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. എന്താണ് മക്കളെ ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക്. സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ്. സം ചിൽഡ്രൻസ് ആർ മേക്കിംഗ് റെക്റ്റാങ്കിൾസ് ബൈ ജോയിനിങ് സം സ്ക്വയേഴ്സ്. കുറേ സ്ക്വയേഴ്സ് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഫസ്റ്റിലത്തെ ഒരു പെൺകുട്ടീനെ കണ്ടില്ലേ? ആ കുട്ടീൻ്റെ റെക്റ്റാങ്കിൾ എത്ര സ്ക്വയേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ്? എത്ര സ്ക്വയേഴ്സ് ഉണ്ട് അതിൽ? റെക്റ്റാങ്കിൾ ആയതിൽ 1 2 3 4 5 6 6 സ്ക്വയേഴ്സ് കൂട്ടിച്ചേർത്തിട്ടാണ് ജോയിൻ ചെയ്ത് 6 സ്ക്വയേഴ്സ് കൂട്ടി ജോയിൻ ചെയ്തിട്ടാണ് എന്തായത്? ഒരു റെക്റ്റാങ്കിൾ ആയത്. താഴെ കാണുന്ന ആ ബോയുടെ കയ്യിൽ എത്ര ചെറിയ ചെറിയ സ്ക്വയേഴ്സ് കൂടി ചേർന്നിട്ട് ഒരു വലിയ റെക്റ്റാങ്കിൾ ആയത് മക്കളെ? 1 2 3 മുകളിൽ 3 എണ്ണം, പിന്നെ ഒരു 3 എണ്ണം, പിന്നെ ഒരു 3 എണ്ണം ഉണ്ട് അല്ലേ? ഇങ്ങനെ നോക്കാൻ ബുദ്ധിമുട്ടാണ്, കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ എത്രയുണ്ട്, യെല്ലോ എത്രയുണ്ട് എന്ന് ആഡ് ചെയ്യുക അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാവും, തെറ്റാതെ കിട്ടും. എത്രയാണ് ടോട്ടല്? 3ഉം 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 3 6 9 എണ്ണം ഉണ്ട് അല്ലേ ടോട്ടല്? അതിൽ താഴെയോ 1 2 3 4 3 എണ്ണം ഉണ്ട്. 4 × 3 അല്ലെങ്കിൽ 4 3 പ്രാവശ്യം ആയാലും എത്രയാണ്? 4 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പം പ്ലസ് ചെയ്യുമ്പോൾ എത്രയാണ്? 12 എണ്ണം കിട്ടും അല്ലേ? അതുപോലെ ഇതിൽ എത്ര ഉണ്ട് മക്കളെ? 6 ചെറിയ ചെറിയ സ്ക്വയേഴ്സ് കൂടി ചേർന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുണ്ട് അവിടെ അല്ലേ? പിന്നെയോ 9 എണ്ണം ഉണ്ട് അല്ലേ? 5 യെല്ലോ ഉണ്ട്, 4 പിങ്കും ഉണ്ട് അല്ലേ? അങ്ങനെ 9 ചെറിയ ചെറിയ സ്ക്വയേഴ്സ് കൂടി ചേർന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് 12 എണ്ണം ഉണ്ട്. ഒരു ലോങ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ആയതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? ടോട്ടൽ 12 ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് കൂടി ചേർന്നിട്ട് എന്തായിട്ടുണ്ട്? ഇവിടെ റെക്റ്റാങ്കിൾ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ടേബിൾ നോക്കും മക്കളെ. ഫൈൻഡ് ആൻഡ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദി റെക്റ്റാങ്കിൾസ്. ഈ തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾസിന് നമ്മൾ ഹൈറ്റും വിഡ്ത്തും കണ്ടുപിടിക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ അപ്വേർഡിൽ നിന്ന് ഡൗൺവേർഡിലേക്ക് വരുന്ന ലൈൻസ് അല്ലേ? അത് ഇങ്ങനെ വരുന്ന ലൈൻസാണ് എന്ത്? ഹൈറ്റ്. ഇത് ഇങ്ങോട്ട് വരുന്ന ലൈൻസ് എന്താ? വിഡ്ത്താണ് കേട്ടോ. അപ്പം താഴ്ന്ന് മുകളിലോട്ടേക്ക് വരുന്ന ഇതാണ് ഹൈറ്റ്, ഇങ്ങോട്ട് വരുന്നത് വിഡ്ത്താണ്. നമുക്കത് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെൻറ്റിമീറ്ററിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് എഴുതാൻ പറ്റുമല്ലേ അന്നേരം? മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്ന അല്ലേ ഹൈറ്റ്. അപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന ലൈൻസിൽ 6 ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പം ചെറിയ ചെറിയ സ്ക്വയേഴ്സ് കൂടി ചേർന്നപ്പോൾ ഒരു റെക്റ്റാങ്കിളായി. ചെറിയ ചെറിയ സ്ക്വയേഴ്സ് 6 എണ്ണം ഉണ്ട്. അപ്പോൾ വിഡ്ത്ത് 6 ആണ്. താഴ്ന്ന് മുകളിലോട്ടേക്ക് വരുന്ന ലൈനിലോ ഒറ്റയൊന്നേ ഉള്ളൂ അല്ലേ? അതാണ് ഹൈറ്റ് 1. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്താ? 6 വിഡ്ത്തും 1 ഹൈറ്റും. സെക്കൻഡ് അതുപോലെ തന്നെ 2 ബോക്സസ് ആണ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത്. നേരെ ആണെങ്കിലോ 3 ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ വിഡ്ത്ത് ആണെങ്കിൽ 3 വരും. 2 ആണ് ഹൈറ്റ് രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ 3 ചെറിയ ബോക്സസ് ആണ് നേരെയും പോകുന്നത്, താഴോട്ട് പോകുന്നത് 3 ബോക്സസ് ആണ്. അപ്പോൾ ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുന്നത് 3 തന്നെയാണ് വരിക. നെക്സ്റ്റ് 9 ചെറിയ ചെറിയ ബോക്സസ് വരുന്നുണ്ട്, അതാണ് വിഡ്ത്ത്. ഒറ്റൊരു ബോക്സാണ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ ഹൈറ്റ് 1ഉം 9 വിഡ്ത്തും. നേരെ പോകുന്നതിൽ എത്ര ബോക്സസ് ഉണ്ട്? 4 ബോക്സ് ഉണ്ട് നേരെ പോകുന്നതിൽ അല്ലേ? അപ്പോൾ വിഡ്ത്ത് 4ഉം താഴോട്ട് പോകുന്നത് എത്രയാണ്? 3 ബോക്സസ് ആണ്. അപ്പോൾ 3 ഹൈറ്റും. നെക്സ്റ്റിൽ നേരെ പോകുന്നത് 6 ബോക്സ് ആണ് അല്ലേ? അപ്പോൾ വിഡ്ത്ത് 6ഉം താഴോട്ട് പോകുന്നത് 2 ബോക്സ് ആണ്. അപ്പോൾ 2 ഹൈറ്റും. ലാസ്റ്റ് പ്രോബ്ലത്തിൽ ലോങ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ? അവിടെ 12 സ്മോൾ സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ 12 വിഡ്ത്തും ഒറ്റൊരു ബോക്സിൻ്റെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഒറ്റൊരു ബോക്സിൻ്റെ ഹൈറ്റ് ആകുമ്പോൾ ഹൈറ്റ് 1ഉം. നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. നൗ വി ക്യാൻ റൈറ്റ് ദി പെരിമീറ്റേഴ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ ഓൾസോ ഇൻ ദി ടേബിൾ. മക്കളെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ദ ലെങ്ത് ടേക്കൺ അറൗണ്ട് ദി റെക്റ്റാങ്കിൾ ഈസ് കോൾഡ് ഇറ്റ്സ് പെരിമീറ്റർ. ഓൾ റൗണ്ടായിട്ട് ഒരു ട്രയാങ്കിളിൽ എത്രമാത്രം ചുറ്റളവുണ്ട് ആ മുഴുവനുള്ള ചുറ്റളവിനെയാണ് ഒരു പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ, ദ ലെങ്ത് ടേക്കൺ അറൗണ്ട് ദി റെക്റ്റാങ്കിൾ ഈസ് കോൾഡ് ഇറ്റ്സ് പെരിമീറ്റർ. മക്കളെ പെരിമീറ്റർ കാണുന്നതിൻ്റെ ഫോർമുല എന്താ? പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നത്? 2 × ലെങ്ത് പ്ലസ് വിഡ്ത്ത് ആണ്. ലെങ്ത്തും വിഡ്ത്തും കൂടിയിട്ട് പ്ലസ് ചെയ്യുക, ആ കിട്ടിയ ആൻസർ കൊണ്ട് 2 × ചെയ്യുക.
ഇപ്പോൾ ഈ ടേബിളിൽ ഹൈറ്റും വിഡ്ത്തും തന്നിട്ടുണ്ട്, പെരിമീറ്റർ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യണം? പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് 2 ഇൻറ്റു ഹൈറ്റ് 1 ആണ്, വിഡ്ത്ത് 6 ആണ്. 6 + 1 അല്ലെ, 6ഉം 1ഉം കൂടി പ്ലസ് ചെയ്യുക. അത് കിട്ടിയ ആൻസറിനെ കൊണ്ട് 2 ഇൻറ്റു ചെയ്യുക. 6 + 1 എത്രയാണ്? 7. 7 ഇൻറ്റു 2 14 അങ്ങനെയാണ് വരിക. അപ്പോൾ പെരിമീറ്റർ കാണേണ്ട ഫോർമുല എന്താ? 2 ഇൻറ്റു വിഡ്ത്ത് പ്ലസ് ലെങ്ത് അല്ലേ, വിഡ്ത്തും ലെങ്ത്തും കൂടിയിട്ട് പ്ലസ് ചെയ്യുക. ഇവിടെ ടേബിളിൽ വിഡ്ത്തും ഹൈറ്റ് എന്ന് തന്നിട്ടുള്ളത്, ഹൈറ്റ് തന്നെയാണ് ലെങ്ത്ത്. അപ്പം വിഡ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്യുക. കിട്ടിയ ആൻസർ കൊണ്ട് 2 ഇൻറ്റു ചെയ്താൽ നമുക്ക് പെരിമീറ്ററാണ് കിട്ടുക. ഏരിയയും പെരിമീറ്ററും ഡിഫറെൻ്റ് ആണ്. പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് ലെങ്ത്തും വിഡ്ത്തും കൂടി പ്ലസ് ചെയ്യുക, ഇൻറ്റു 2 ആണ്. ലെങ്ത്ത് തന്നെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. പ്രോബ്ലം എന്താ മക്കളെ? 3 വിഡ്ത്തും തന്നിട്ടുണ്ട്, ഹൈറ്റ് 2ഉം തന്നിട്ടുണ്ട്. പെരിമീറ്ററിൻ്റെ ഫോർമുല എന്താ? പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് വിഡ്ത്താണ് അല്ലേ. ലെങ്ത്ത് തന്നെയാണ് ഹൈറ്റ്. പിന്നെ എങ്ങനെ ചെയ്യും? 2 ഇൻറ്റു 3 + 2 വരും. 3 + 2 എത്രയാണ്? 5 ആണ്. അപ്പോൾ 2 ഇൻറ്റു 5 ഈക്വൽ ടു 10 ആണ്. എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസറിൻ്റെ കൂടെ സെൻറ്റിമീറ്ററാണ് എഴുതേണ്ടത്. ഏരിയൻ്റെ കൂടെ എഴുതുന്നത് വേറെയാണ്. അപ്പം പെരിമീറ്റർ നമ്മൾ കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ, ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എപ്പോഴും സെൻറ്റിമീറ്റർ എന്ന് എഴുതണം, cm എന്ന് എഴുതണം. ഇനി എന്താ മക്കളെ നെക്സ്റ്റ് പ്രോബ്ലം? വിഡ്ത്ത് 3 തന്നിട്ടുണ്ട്, ഹൈറ്റ് 3 തന്നിട്ടുണ്ട്. എന്താണ് ഫോർമുല? പെരിമീറ്റർ ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത് ആണ്. ലെങ്ത്ത് 3, വിഡ്ത്തും 3. അപ്പം 2 ഇൻറ്റു 3 + 3 എന്താണ്? 2 ഇൻറ്റു 3 + 3 എത്ര? 6 ആണ്. അപ്പം 2 ഇൻറ്റു 6 ചെയ്യുക. 2 ഇൻറ്റു 6 എത്ര? 12 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ മക്കളെ വിഡ്ത്ത് 9 തന്നിട്ടുണ്ട്, ഹൈറ്റ് 1 ആണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യാം മക്കളെ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത്തും വിഡ്ത്തും എന്താ? 9ഉം 1ഉം ആണ്. വിഡ്ത്ത് 9ഉം ലെങ്ത്ത് ഹൈറ്റ് 1 ആണ്. അപ്പോൾ 9ഉം 1ഉം കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. 2ൻ്റെ കൂടെ 10 ഇൻറ്റു ചെയ്യുമ്പോൾ 20 കിട്ടും. 20 സെൻറ്റിമീറ്ററാണ് ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ മക്കളെ വിഡ്ത്ത് 4 തന്നിട്ടുണ്ട്, ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് 3 തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ വിഡ്ത്തും ലെങ്ത്തും കൂടിയിട്ട് അല്ലെങ്കിൽ ഹൈറ്റും കൂടിയിട്ട് പ്ലസ് ചെയ്യുക. 4 + 3 7 ആണ്. 7ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടും, 14 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 ഇൻറ്റു 4 + 3 2 ഇൻറ്റു 4 + 3 7 ആണ്. 2നോട് 7 ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു 7 14 സെൻറ്റിമീറ്ററാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വിഡ്ത്ത് 6ഉം ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് 2 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ എങ്ങനെ വരിക? 6ഉം 2ഉം കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ 8 കിട്ടും. 2 ഇൻറ്റു 8 16. 2 ഇൻറ്റു 6 + 2 6 + 2 8 ആണ്. 2 ഇൻറ്റു 8 16 കിട്ടും. മക്കളെ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ വിഡ്ത്ത് 12ഉം ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത്ത് 1ഉം തന്നിട്ടുണ്ട്. അതായത് നമ്മളെ ഫോർമുല 2 ഇൻറ്റു വിഡ്ത്ത് പ്ലസ് ലെങ്ത്ത് ആണ്. ഇവിടെ വിഡ്ത്ത് 12ഉം ലെങ്ത്ത് 1ഉം ആണ്. അപ്പം 2 ഇൻറ്റു 12 + 1 12 + 1 13 ആണ്. 2 ഇൻറ്റു 13 2 ഇൻറ്റു 13 26 ആണ് കിട്ടുന്നത്. നമുക്ക് 26 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി മക്കളെ നമ്മൾ ഈ ചെയ്ത ടേബിളിൽ തന്നെ എന്തും കൂടി ആഡ് ചെയ്യുന്നത്, ഏരിയ കാണേണ്ടതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തന്ന പ്രോബ്ലംസിൽ ഏരിയയും കൂടി നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. പെരിമീറ്റർ കാണുന്നത് നമ്മൾ പ്രീവിയസ് പേജിൽ ചെയ്തിട്ടുണ്ട്. അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ഒരു കോളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ബോക്സിൽ. ഏരിയയുടെ ബ്രാക്കറ്റിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആൻസർ ഏരിയയുടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പെരിമീറ്ററിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? സെൻറ്റിമീറ്ററാണ് കൊടുക്കുന്നത്. ഏരിയയുടെ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കണം. അപ്പോൾ ഏരിയ കണ്ട ഫോർമുല എന്താ മക്കളെ? ഏരിയ ഈക്വൽ ടു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. തന്നിരിക്കുന്നത് ഹൈറ്റും വിഡ്ത്തും ആണ്. ഹൈറ്റും വിഡ്ത്തും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും. ആൻസറിൻ്റെ കൂടെ സ്ക്വയർ സെൻറ്റിമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പം വിഡ്ത്ത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 1 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഏരിയ എങ്ങനെയാണ്? 6 ഇൻറ്റു 1 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും. 6 ഇൻറ്റു 1 ഈക്വൽ ടു 6 തന്നെ. എന്നിട്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ എഴുതാം. മക്കളെ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വിഡ്ത്ത് 3 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 സെൻറ്റിമീറ്ററാണ്. ഏരിയ എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു 2 6 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് ആൻസർ.
ആൻസർ 6 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ മക്കളെ വിഡ്ത്ത് 3 ഹൈറ്റും 3 ആണ് തന്നിട്ടുള്ളത്. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഏരിയ കിട്ടും. അപ്പോൾ 3 × 3 ഏരിയ 9 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വിഡ്ത്ത് 9 സെൻറ്റിമീറ്ററും ഹൈറ്റ് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും. വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഏരിയ 9 × 1 9 തന്നെ. അപ്പോൾ 9 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ വിഡ്ത്ത് 4 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്ററാണ്. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 4 × 3 12 കിട്ടും. ആൻസർ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ? വിഡ്ത്ത് 6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2 സെൻറ്റിമീറ്ററാണ്. അപ്പം വിഡ്ത്തും ഹൈറ്റും കൂടി ഇൻറ്റു ചെയ്യുക. 6 × 2 12 ആണ് ആൻസർ കേട്ടോ. 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ മക്കളെ? വിഡ്ത്ത് 12 സെൻറ്റിമീറ്ററും ഹൈറ്റ് 1 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഏരിയ എന്താ? വിഡ്ത്തും ഹൈറ്റും കൂടി ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 12 × 1 12 തന്നെ. അപ്പോൾ ആൻസർ എന്താ? 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ മക്കളെ നമ്മൾ ഈ പേജിൽ റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡാണ് തന്നിട്ടുള്ളത്. ഒന്ന് 6 സെൻറ്റിമീറ്ററും മറ്റൊന്ന് 3 സെൻറ്റിമീറ്ററും. അപ്പം വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കണം. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അതിൽ റെക്റ്റാങ്കിൾ ആകുമ്പം രണ്ട് സൈഡ് ആയിരിക്കുമല്ലോ ഈക്വൽ. അപ്പം വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട് 6ഉം 3ഉം. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഫോർമുല നമുക്കറിയാം 2 × വിഡ്ത്ത് പ്ലസ് ഹൈറ്റ്. അപ്പം വിഡ്ത്തും ഹൈറ്റും ഇവിടെ തന്നത് രണ്ടും പ്ലസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 6ഉം 3 ആണ്. 6 + 3 9 9 × 2 ചെയ്യാൻ 18 ആണ് ആൻസർ വരിക. ഇത് പെരിമീറ്റർ ആയതുകൊണ്ട് 18 സെൻറ്റിമീറ്റർ വരും. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 13 സെൻറ്റിമീറ്ററും 13 സെൻറ്റിമീറ്ററും 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. രണ്ട് വിഡ്ത്തും ഹൈറ്റ് ആയിരിക്കും അല്ലേ റെക്റ്റാങ്കിളിൻ്റെ. അപ്പോൾ പെരിമീറ്റർ കാണണം 2 × വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് അല്ലേ. 13 + 7 20 ആണ് ആൻസർ. 13 + 7 പിന്നെ 20ൻ്റെ കൂടെ ഒരു 2ഉം കൂടി ഇൻറ്റു ചെയ്യുക. 2 × 20 ആൻസർ 40 സെൻറ്റിമീറ്റർ ആണ് വരിക. നെക്സ്റ്റ് 6 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും 6 തന്നെയാണ്. പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ പെരിമീറ്റർ = 2 × 6 + 6 6 + 6 12 ആണ്. അപ്പോൾ 2 × 12 24 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 2 മീറ്റേഴ്സിലാണ് തന്നിട്ടുള്ളത്. 25 മീറ്റേഴ്സ് 15 മീറ്റേഴ്സ്. പെരിമീറ്റർ കാണാൻ സെയിം ഫോർമുല തന്നെ 2 × വിഡ്ത്ത് പ്ലസ് ഹൈറ്റ്. അപ്പം 25ഉം 15ഉം ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ 40 കിട്ടും. 40ൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുക. 2 × 40 80. ഇവിടെ 2 മീറ്റർ ആയതുകൊണ്ട് 80 മീറ്റർ. നെക്സ്റ്റ് 34 മീറ്റേഴ്സിൽ തന്നെയാണ് അടുത്തതും. 34 മീറ്റേഴ്സും 16 മീറ്റേഴ്സും. ഇതിൽ പെരിമീറ്റർ കാണാൻ 2 × വിഡ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്യുക. 34ഉം 16ആണ് വിഡ്ത്തും ഹൈറ്റും. 34ഉം 16 പ്ലസ് ചെയ്താൽ 50 കിട്ടും. 15നോട് 2 ഇൻറ്റു ചെയ്യുക. 2 × 50 100 മീറ്റേഴ്സാണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് മക്കളെ ഈ പേജിൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് ഓഫ് സൈഡ്സ് ആർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്താണ്. ലെങ്ത്തും വിഡ്ത്തുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും തന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? വിഡ്ത്തും ഹൈറ്റും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ആയി അല്ലേ. ഏരിയ കണ്ടുപിടിക്കുന്നത് വിഡ്ത്തും ഹൈറ്റും കൂടി ഇൻറ്റു ചെയ്യും. എന്നിട്ട് ആൻസറിന് കൂടെ സ്ക്വയർ സെൻറ്റിമീറ്റർ എഴുതും. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 2 സൈഡിൽ സെൻറ്റിമീറ്ററിൽ തന്നിട്ടുണ്ട്. 2 സൈഡ് തന്നിട്ടുണ്ട് റെക്റ്റാങ്കിളിൻ്റെ. 6 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും. ഏരിയ വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതുപോലെ തന്നെ 6 × 3 ആണ് വരിക. 6 × 3 എന്ന് പറയുമ്പോൾ 18 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 12 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആണ്. ഏരിയ ഹൈറ്റും വിഡ്ത്തും കൂടി ഇൻറ്റു ചെയ്യുക. 12 × 2 60 60 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ആൻസർ. നെക്സ്റ്റ് 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്ററും. ഇപ്പോൾ ഏരിയ എന്ന് പറയുമ്പം 10 × 10 100 സ്ക്വയർ സെൻറ്റിമീറ്റർ വരും. നെക്സ്റ്റ് 8 മീറ്ററും 5 മീറ്ററും ആണ്. ഏരിയ കാണാൻ ഈ മീറ്റേഴ്സ് തമ്മിൽ രണ്ടും ഇൻറ്റു ചെയ്യുക. 8 × 5 40 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ആൻസർ. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഡ്രോ റെക്റ്റാങ്കിൾസ് ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ആർ ഗിവൺ ബിലോ. ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയാണ് തന്നിട്ടുള്ളത്. നമ്മൾ ഈ പെരിമീറ്ററും ഏരിയയും വെച്ചിട്ട് ഹൈറ്റും
വിഡ്ത്തും കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ലെങ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് പെരിമീറ്റർ ഈക്വൽ ടു 14 തന്നിട്ടുണ്ട്. ഇത് രണ്ടും പ്ലസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിമീറ്ററിൻ്റെ ഹാഫ് പകുതി കിട്ടും. പെരിമീറ്ററിൻ്റെ ഫുള്ളായിട്ടുള്ളതല്ല, പെരിമീറ്ററിൻ്റെ പകുതി കിട്ടും. ആ പകുതി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 പ്രാവശ്യം ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അത് പെരിമീറ്ററിൻ്റെ ഫുള്ളായിട്ടുള്ളത് കിട്ടും. മുഴുവനായിട്ടുള്ള ചുറ്റളവാണ് 4 സൈഡും ഉള്ള ടോട്ടലാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്തെ ലെങ്ത്തും ഒരു ഭാഗത്തെ ഹൈറ്റും ഇൻറ്റു ചെയ്ത് പ്ലസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദി പെരിമീറ്ററിൻ്റെ പകുതിയാണ് കിട്ടുക. അപ്പം ഇവിടെ പെരിമീറ്റർ 14 ആണ്. അപ്പം 14ൻ്റെ പകുതി 7 ആണ്. ഹാഫ് ഓഫ് ദി പെരിമീറ്റർ 7 ആണ്. ഇനി ഏരിയ കാണുന്നുണ്ടെങ്കിൽ ലെങ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ ഈക്വൽ ടു 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ലെങ്ത്തും ഹൈറ്റും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 നമ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ലെങ്ത്തും പ്ലസ് ചെയ്യുക, ബ്രെഡ്ത്തും അതായത് ഹൈറ്റും പ്ലസ് ചെയ്ത് ലെങ്ത്തും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പെരിമീറ്റർ കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. അതായത് പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ട് 14 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലെങ്ത്തും ഒരു ഭാഗത്തെ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഭാഗത്തെ ലെങ്ത്തും ഹൈറ്റും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്ററിൻ്റെ ഹാഫാണ് കിട്ടുക. അപ്പോൾ 7 + 7 14 കിട്ടും. അപ്പോൾ 14ൻ്റെ ഹാഫ് 7. ഇനി ഏരിയ അവിടെ സ്ക്വയർ സെൻറ്റിമീറ്ററിൽ 12 തന്നിട്ടുണ്ട്. ഇനി 2 നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടണം. അപ്പോൾ 4 × 3 12 കിട്ടും. അതുപോലെ തന്നെ നമ്മൾ 4 × 3 എന്ന് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് ടോട്ടലി പെരിമീറ്റർ 14 കിട്ടിയത്. അപ്പോൾ 4 ഒരു ഭാഗത്ത് എഴുതി, നെക്സ്റ്റ് ഒരു ഭാഗത്ത് 4 എഴുതും, പിന്നെ 3 എഴുതി, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ 3 എഴുതും. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ പെരിമീറ്റർ കിട്ടിയിരിക്കണം. ഇവിടെ ഇപ്പം 3 × 3 എഴുതി കഴിഞ്ഞാൽ 6 കിട്ടും. 4 × 4 എഴുതി കഴിഞ്ഞാൽ 8 കിട്ടും. അപ്പം 8ഉം പിന്നെ 6ഉം കിട്ടിയതും പ്ലസ് ചെയ്യുമ്പോൾ 14 കിട്ടും. അപ്പോൾ ഒരു ഭാഗത്ത് 3 സെൻറ്റിമീറ്ററും ഒരു ഭാഗത്ത് 4 സെൻറ്റിമീറ്ററും അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ 3ൻ്റെ ഓപ്പോസിറ്റ് 3ഉം 4ൻ്റെ ഓപ്പോസിറ്റ് 4ഉം. അപ്പോൾ നമുക്ക് ടോട്ടലി പെരിമീറ്റർ 14 കിട്ടും. അപ്പോൾ ഒരു സൈഡ് 3ഉം അതിൻ്റെ 3ൻ്റെ ഓപ്പോസിറ്റ് 3ഉം ഒരു സൈഡ് 4ഉം അതിൻ്റെ 4ൻ്റെ ഓപ്പോസിറ്റ് 4ഉം ടോട്ടലി എന്ത് കിട്ടും? 14 കിട്ടും പെരിമീറ്റർ. അതായത് 3ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 6ഉം പിന്നെ 4ഉം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 8. അപ്പം 14 കിട്ടും. നെക്സ്റ്റ് ഇതുപോലെ തന്നെ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏരിയ ആണ് സ്ക്വയർ സെൻറ്റിമീറ്റർ, 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. പെരിമീറ്റർ 16ഉം തന്നിട്ടുണ്ട്. പെരിമീറ്റർ 16 സെൻറ്റിമീറ്റർ. അത് ഹൈറ്റും ലെങ്ത്തും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരിമീറ്ററിൻ്റെ ഹാഫാണ് കിട്ടുക. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഹാഫ് 16ൻ്റെ പകുതി 8 ആണ്. 8 + 8 എന്താ? 16 കിട്ടും. അപ്പോൾ 16ൻ്റെ പകുതി 8 ആണ്. അപ്പോൾ ഹാഫ് ഓഫ് ദി പെരിമീറ്റർ എന്ന് പറയുന്നത് 8. പിന്നെ ഏരിയ 12 തന്നിട്ടുണ്ട്. 2 നമ്പർ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 12 കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് ഒരു സൈഡ് 2 കിട്ടും, അതിൻ്റെ അപ്പുറത്തെ സൈഡും 2 കിട്ടും, പിന്നെ 6ഉം അതിൻ്റെ ഓപ്പോസിറ്റ് 6ൻ്റെ സൈഡിൽ 6 തന്നെ എഴുതും അല്ലേ? അപ്പോൾ നമ്മൾ ഇത് 4 കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? പെരിമീറ്റർ കിട്ടണം. അപ്പോൾ 6 + 6 12ഉം 12 + 2 14 14 + 2 16 കിട്ടും. നമ്മളെപ്പോഴും ഈ ഏരിയയുടെ ഹൈറ്റും ലെങ്ത്തും എഴുതുമ്പോൾ 2 നമ്പർ എഴുതിയാൽ 12 കിട്ടണമല്ലോ ഇവിടെ. അപ്പോൾ 2 × 6 12 കിട്ടും. അപ്പോൾ 2 × 6 എന്ന് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ 6ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 6 എഴുതും, 2ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 2 എഴുതുമ്പോൾ മുഴുവനും നമ്മൾ ടോട്ടൽ ചെയ്യുന്ന നമ്പർ പെരിമീറ്റർ കിട്ടിയിരിക്കണം. ഇവിടെ ഇപ്പോൾ മുഴുവൻ നമ്പർ എഴുതുമ്പം പെരിമീറ്റർ 16 കിട്ടും. 6ഉം 12 + 2 + 2 16 കിട്ടും ടോട്ടൽ. നെക്സ്റ്റ് മക്കളെ പെരിമീറ്റർ 26 തന്നിട്ടുണ്ട്. ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്ററിൻ്റെ ഹാഫ് 13 ആണ് വരിക. 26ൻ്റെ ഹാഫ് 13 ആണ്. 13 ആണ് ഈ ക്വസ്റ്റ്യനിലെ ഹാഫ് ഓഫ് ദി പെരിമീറ്റർ. അപ്പം നമുക്ക് ഏരിയയിലൂടെ ലെങ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കുക. ഏരിയയിലൂടെ ലെങ്ത്ത് ഹൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഹൈറ്റ് 2 പ്രാവശ്യം പ്ലസ് ചെയ്യുമ്പോഴും ലെങ്ത്ത് 2 പ്രാവശ്യം പ്ലസ് ചെയ്യുമ്പോഴും ഈ ടോട്ടലായിട്ടുള്ള പെരിമീറ്റർ എന്ന ആൻസർ 26 എന്ന ആൻസർ കിട്ടിയിരിക്കണം. അങ്ങനെയുള്ള നമ്പർ മാത്രമേ നമ്മൾ ലെങ്ത്തിലും ഹൈറ്റിലും
ഇൻറ്റു ചെയ്യുമ്പം ആൻസർ കിട്ടുന്നതിൽ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പം 12 ആണ് ഏരിയ തന്നിട്ടുള്ളത്. അപ്പോൾ 2 നമ്പർ ഇൻറ്റു ചെയ്യുമ്പം ഒരു ലെങ്ത്തിലെയും ഹൈറ്റിലെയും നമ്പർ 2 ഇൻറ്റു ചെയ്യുമ്പം 12 കിട്ടണം. അതുപോലെ നമ്മൾ 4 സൈഡ് പ്ലസ് ചെയ്യുമ്പോഴും പെരിമീറ്റർ കിട്ടുന്ന നമ്പർ മാത്രമേ എടുക്കാവൂ 2 നമ്പർ ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹൈറ്റ് ഇൻറ്റു ലെങ്ത്ത് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എടുത്തിരിക്കുന്നത് 1 ഇൻറ്റു 12, 1 സെൻറ്റിമീറ്ററും പിന്നെ 12 സെൻറ്റിമീറ്ററാണ്. അത് 2 ഇൻറ്റു ചെയ്യുമ്പം 12 കിട്ടും. 4 സൈഡും കൂടി പ്ലസ് ചെയ്യുമ്പം 12 + 12 24, 24 + 1 25, 25 + 1 26 സെൻറ്റിമീറ്റർ പെരിമീറ്റർ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ പെരിമീറ്റർ 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 12 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഹാഫ് ഓഫ് ദി പെരിമീറ്ററിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 12ൻ്റെ പകുതിയായ 6 2 പ്രാവശ്യം പ്ലസ് ചെയ്യുമ്പോൾ എന്താ 12 കിട്ടുന്നുണ്ട്. അപ്പം 12ൻ്റെ ഹാഫായ 6 ആണ് ഹാഫ് ഓഫ് ദി പെരിമീറ്റർ. ദെൻ ഏരിയ 5 തന്നിട്ടുണ്ട്. അവിടെയും 1 ഇൻറ്റു 5 ആണ് എടുത്തിരിക്കുന്നത്. 1 ഇൻറ്റു 5 ഏരിയ കിട്ടുന്നുണ്ട്. 5 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെ കിട്ടുന്നുണ്ട്. 1ഉം 5ഉം എടുക്കുമ്പോൾ ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 5 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5ഉം 5ഉം പ്ലസ് ചെയ്യുക 10 + 1. നെക്സ്റ്റിൽ പെരിമീറ്റർ 12 തന്നിട്ടുണ്ട്. ഏരിയ 8ഉം ആണ് തന്നത്. 12ൻ്റെ പകുതിയായിരിക്കും ഹാഫ് ഓഫ് ദി പെരിമീറ്റർ 6 തന്നെ അല്ലേ. ക്വസ്റ്റ്യൻ പോലെ തന്നെ പെരിമീറ്ററിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 12ൻ്റെ പകുതിയായ 6 സെൻറ്റിമീറ്റർ. ഏരിയ 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എടുത്തിരിക്കുന്നത് 4 ഇൻറ്റു 2 ആണ്. 4 ഇൻറ്റു 2 8 കിട്ടും. അപ്പം 8 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ 4 ഇൻറ്റു 2 8 കിട്ടും. 8 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 4ഉം പ്ലസ് ചെയ്യുക. 2ഉം 2ഉം പ്ലസ് ചെയ്യുമ്പം ടോട്ടൽ ആൻസർ 12ഉം കിട്ടുന്നുണ്ട്. 4 + 4 8. 4 + 4 8 കിട്ടും. 8 + 2 10 കിട്ടും. 10 + 2 12 കിട്ടും. അപ്പോൾ ടോട്ടൽ പെരിമീറ്ററായി 12ഉം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഇൻറ്റു 2 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ കിട്ടുന്നുണ്ട്. ക്വസ്റ്റ്യനിലും പെരിമീറ്റർ 12 ആണ്. അപ്പോൾ 12ൻ്റെ ഹാഫ് 6. അപ്പോൾ ഹാഫ് ഓഫ് ദി പെരിമീറ്റർ 6 തന്നെ. ഇനി ഏരിയ ഓഫ് ദി സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത് 9 ആണ്. അപ്പോൾ 3ഉം 3ഉം ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും. അതുപോലെ തന്നെ 3 + 3 6, 6 + 3 9, 9 + 3 12 കിട്ടുന്നുണ്ട്. പെരിമീറ്റർ ടോട്ടൽ മുഴുവനായിട്ട് 4 വശവും കൂടി 4 സൈഡും കൂടിയിട്ട് പ്ലസ് ചെയ്യുമ്പം 12 കിട്ടും. അതുപോലെ തന്നെ 3 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ തന്നിട്ടുള്ള 9 സ്ക്വയർ സെൻറ്റിമീറ്റർ 9 അവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ മക്കളെ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാലൻസ് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ വരും. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.